നമസ്കാരം. ഓ ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം 2 73 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇന്ന് 74 തുടങ്ങി 80 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥമൊന്ന് ചിന്തിക്കാം. ശ്ലോകം 74. സയേവാസി ഭവാൻ കൃഷ്ണ മദ്വൗരത്മ്യം ക്ഷമസ്വഭോഹോ ബ്രൂഹി യത് കരണീയം മേ ഭൃത്യോഹം തവ സർവദാ. അപ്പോൾ താൻ പോരാടിക്കൊണ്ടിരിക്കുന്നത് കൃഷ്ണനോടാണെന്ന് മനസ്സിലായിട്ട് ജാംബവാൻ ഇപ്പോൾ ഭഗവാനോട് ക്ഷമയാചിക്കുകയാണ്. തൻ്റെ അപരാധം ക്ഷമിക്കണേ എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 74-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: കൃഷ്ണ, അവിടുന്ന് ആ രാമചന്ദ്രൻ തന്നെയാണെന്ന് എനിക്കറിയാം. പ്രഭു, എൻ്റെ മൂർഖത്വം അവിടുന്ന് പൊറുക്കണേ. ഈയുള്ളവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൽപ്പിച്ചാലും എല്ലാ വിധത്തിലും ഞാൻ അവിടുത്തെ ഭൃത്യൻ തന്നെയാണ്. ശ്ലോകം 25. ശ്രുത്വാ ജാംബവതോ വാചം അബ്രവീത് ജഗദീശ്വരഃ മണിഹേതോരിഹ പ്രാപ്ത വയമൃക്ഷപദേ ബിലം. ജാംബവാൻ്റെ വാക്ക് കേട്ട് ജഗദീശ്വരനായ കൃഷ്ണൻ പറഞ്ഞു: വൃക്ഷരാജാവേ, നാം ഈ ഗുഹയ്ക്കുള്ളിൽ വന്നത് സ്യമന്തകമണിക്കു വേണ്ടിയാണ്. ശ്ലോകം 76. വൃക്ഷരാജസ്തത പ്രീത്യ കന്യാം ജാംബവതിം നിജാം ദദൗ കൃഷ്ണായ സംപൂജ്യ സ്യമന്തകമണിം തഥാ. ജാംബവാൻ കൃഷ്ണനെ പൂജിച്ചു. തൻ്റെ പുത്രിയായ ജാംബവതിയെയും സ്യമന്തകമണിയെയും സന്തോഷപൂർവ്വം കൃഷ്ണന് നൽകി. ശ്ലോകം 77. സദാം പത്നിം സമാദായ മണിം കണ്ഠേ തഥാ ദധത് അഭിമന്ത്യർക്ഷരാജം ച പ്രതസ്തേ ദ്വാരകാം പ്രതി. കൃഷ്ണൻ ജാംബവതിയെ പത്നിയായി സ്വീകരിച്ചു. മണി കഴുത്തിൽ അണിഞ്ഞു. പിന്നെ വൃക്ഷരാജാവിനോട് അനുവാദവും വാങ്ങി ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ശ്ലോകം 78. കഥാസമാപ്തി ദിവസേ വസുദേവ ഉദാരധീഹി ബ്രാഹ്മണാൻ ഭോജയാമാസ ദക്ഷിണാഭിരതോഷയത്. ദേവി ഭാഗവത കഥ പൂർത്തിയായ ദിവസം തന്നെ ഉദാരമതിയായ വസുദേവർ അനേകം ബ്രാഹ്മണരെ ഊട്ടി ദക്ഷിണ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 79. ആശീർവാദം പ്രയുജ്ഞാന ദ്വിജായൽ സമയേ ഹരിഹി ആജഗാമക്ഷണേ തസ്മിൻ പത്ന്യാസഖമണിം ദധത്. ബ്രാഹ്മണർ വസുദേവാദികളെ ആശീർവദിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് കൃഷ്ണൻ പത്നീസഹിതനായി സ്യമന്തകമണിയും ധരിച്ച് അവിടെ എത്തിച്ചേർന്നു. ശ്ലോകം 80. ഭാര്യയാ സഹിതം കൃഷ്ണം വസുദേവ പുരോഗമാഃ ദൃഷ്ട്വാ ഹർഷാശ്രുപൂർണാക്ഷ സമവാപുപരാം മൃദും. സമവാപുപരാമുദം, ക്ഷമിക്കണം, തെറ്റിപ്പോയി. സമവാപുപരാമുദം. ഒന്നുകൂടെ ആ ശ്ലോകം ചൊല്ലാം. ഭാര്യയാ സഹിതം കൃഷ്ണം വസുദേവ പുരോഗമാഃ ദൃഷ്ട്വാ ഹർഷാശ്രുപൂർണാക്ഷ സമവാപുപരാമുദം.
വസുദേവ പ്രമുഖരായവർ കൃഷ്ണൻ സഭാര്യനായി വന്നു ചേർന്നത് കണ്ടിട്ട് അത്യധികം സന്തുഷ്ടരും ഹർഷാശ്രുപൂർണരുമായി തീർന്നു. ശ്ലോകം 81. ദേവർഷിർനാരദച്ഛാധ കൃഷ്ണാഗമനഹർഷിതഃ ആമന്ത്യ വസുദേവം ച കൃഷ്ണം ബ്രഹ്മസഭാം യയൗ. കൃഷ്ണാഗമനത്താൽ സന്തുഷ്ടനായ നാരദൻ വസുദേവരോടും കൃഷ്ണനോടും യാത്ര ചോദിച്ചിട്ട് ബ്രഹ്മസഭയിലേക്ക് പോവുകയും ചെയ്തു. ശ്ലോകം 82. ഹരിചരിതമിതം യത് കീർത്തിതം ദുര്യശോഘ്നം പഠതി വിമലഭക്ത്യാ ശുദ്ധചിത്ത ശൃണോതി സ ഭവതി സുഖപൂർണ സർവദാ സിദ്ധികാമോ ജഗതി ച വപുഷോന്തേ മുക്തിമാർഗം ലഭേച്ഛ. ഭഗവാൻ ശ്രീഹരിയുടെ ഈ കഥ ദുഷ്കീർത്തിയെ നശിപ്പിക്കും. തെളിഞ്ഞ ഭക്തിയോടെ ശുദ്ധചിത്തനായി പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവൻ സുഖപൂർണനായിത്തീരും. ഈ ലോകത്തിൽ അവനുള്ള അഭിലാഷങ്ങളെല്ലാം സാധിക്കും. അവസാനം മുക്തിമാർഗത്തിൽ അവർ എത്തുകയും ചെയ്യും. ഇത് ശ്രീ സ്കന്ദപുരാണേ മാനസഖണ്ഡേ ദേവീ ഭാഗവത മാഹാത്മ്യേ ദ്വിതീയോധ്യായഃ. 2ാമത്തെ അധ്യായം സമാപിച്ചു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.